എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 2/8/2025 നടത്തിയ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 97/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഓപ്ഷൻ സി, ലാഹോർ. തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഓപ്ഷൻ ബി, ഇറയിളി. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം? ഓപ്ഷൻ ഡി, മലബാർ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്? ഓപ്ഷൻ ബി, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ, ആര്യ സമാജം. 1925 ജൂണിൽ അഴീക്കൽ തീരത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? ഓപ്ഷൻ ഡി, നവശേവ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, 1 ശരി. കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ സി, 2 മാത്രം ശരി. ബംഗ്ലാദേശാണ് ഉത്തരമായി നൽകിയിരിക്കുന്നത്. നമ്മുടെ റെഫറൻസുകൾ പ്രകാരം അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം. PSCയുടെ ഫൈനൽ ആൻസർ കീ ആയിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം? ഓപ്ഷൻ എ, 97°25 കിഴക്ക്. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി? ഓപ്ഷൻ ഡി, സിന്ധു. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? ഓപ്ഷൻ ഡി, 3ഉം 1ഉം. സർദാർ സരോവർ ബക്രാനങ്കൽ ഡാം. കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി, ജീവനം. നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ, J. ഷുംപീറ്റർ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ്? ഓപ്ഷൻ ബി, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി, സർക്കാർ ജീവനക്കാർ. വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഈ പ്രസ്താവന മുന്നോട്ട് വച്ചത്? ഓപ്ഷൻ എ, ബ്രൺലാൻഡ് കമ്മീഷൻ. ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു. അങ്ങനെ 2 രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായമാണ് ഓപ്ഷൻ ഡി, മൈക്രോ ഫിനാൻസ്. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ? ഓപ്ഷൻ ബി, ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത്? ഓപ്ഷൻ എ, ഗുരുജട അപ്പറാവു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്ത് പേരിൽ? ഓപ്ഷൻ ബി, ഓപ്പറേഷൻ സിന്ധു. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. സോഷ്യലിസം, മതേതരത്വം എന്ന 2 പദങ്ങൾ 42ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്തത്? ഓപ്ഷൻ എ, ആമുഖം. സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി. ചുവപ്പുനാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു. വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി. ഈ ഗവേണൻസിനെ കുറിച്ച് ഈ പ്രസ്താവന ആരുടേതാണ്? ഓപ്ഷൻ ഡി, APJ അബ്ദുൽ കലാം. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ 1C, 2D, 3A, 4B. യൂണിയൻ ലിസ്റ്റ്, സെൻസസ്, സംസ്ഥാന ലിസ്റ്റ്, ജയിലുകൾ,
കൺകറന്റ് ലിസ്റ്റ്, വനം, അവശിഷ്ടാധികാരം, സൈബർ നിയമങ്ങൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ ഏതൊക്കെ? 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993-ലായിരുന്നു. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആദ്യ കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു. അടുത്ത ചോദ്യം, കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ഈടാക്കുന്ന പിഴയുടെ 25% അല്ലെങ്കിൽ പരമാവധി 2500 രൂപ. ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏത്? ഓപ്ഷൻ സി അന്ത്യോദയ അന്ന യോജന പദ്ധതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് 1946-ലാണ്. ഇതിനുള്ള നിർദ്ദേശം നൽകിയത് CP രാമസ്വാമി അയ്യറാണ്. ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. 1946 വരെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, ഉപരിസഭയാണ്. അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സും ആണ്. അടുത്ത ചോദ്യം, MGNREGA പൂർണ്ണരൂപം ഏത്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ജമ്മു കശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു വകുപ്പ് 370. 2018-ൽ ജമ്മു കശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജമ്മു കശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ജമ്മു കശ്മീർ നാഷണൽ കോൺഫറൻസ് ഇവിടുത്തെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. സംസ്ഥാന പദവി നഷ്ടപ്പെട്ടത് 2019-ലായിരുന്നു. രാജ്യത്താദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി കേരളം. സുരക്ഷാ നയം ഏതിൻ്റെ മുദ്രാവാക്യം ആണ്? ഓപ്ഷൻ ബി KSDMA. CRISPR-Cas9 സാങ്കേതികവിദ്യയുടെ പ്രധാന പ്രയോജനങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. ജീൻ തെറാപ്പി, കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, രോഗ ചികിത്സ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായ വാക്സിൻ്റെയും അസുഖത്തിൻ്റെയും ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി OPV പോളിയോ. ഓസോൺ പാളിയുടെ ശോഷണത്തിന് പ്രധാന കാരണമായ രാസവസ്തു ഏതാണ്? ഓപ്ഷൻ എ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ റിക്കറ്റ്സ്. ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ സി ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. തലച്ചോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ 1 and 4. സെറിബ്രം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഏതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം ആകുന്നത്? ഓപ്ഷൻ സി അനിയന്ത്രിതമായ ഭക്ഷണശീലം. അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം ഓപ്ഷൻ എ 5.6-ൽ താഴെ. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാമത്തെ ചലന നിയമമാണ്? ഓപ്ഷൻ സി 3-ാം ചലന നിയമം. വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? ഓപ്ഷൻ എ ഗാമ കിരണം. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം? ഓപ്ഷൻ ബി 0 m/s². ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ് ട്രെയിൻ CR450 അനാച്ഛാദനം ചെയ്ത രാജ്യം? ഓപ്ഷൻ ഡി ചൈന. നാസയിലെ ബഹിരാകാശ യാത്രികരായ
സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? ഓപ്ഷൻ സി സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. 132 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ CO2 അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി 3 മോൾ. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ അതിപൂരിത ലായനി. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? ഓപ്ഷൻ എ അൽനിക്കോ. ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏത്? ഓപ്ഷൻ ബി അസറ്റ്ലീൻ. പ്രോട്ടീനുകളുടെ ത്രിമാനഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏത്? ഓപ്ഷൻ സി ആൽഫ ഫോൾഡ്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി 1, 2, 3, 4, 6 പണിയനൃത്തം, പളിയനൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപ്പുലയ ആട്ടം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3, 4 ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം? ഓപ്ഷൻ ബി ചെനാബ് റെയിൽവേ പാലം. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ 1 ഡി, 2 സി, 3 ഇ, 4 എ. നിരീശ്വരൻ, വി ജെ ജെയിംസ്, മീശ, എസ് ഹരീഷ്, ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനികൾ, NS മാധവൻ, സമ്പർക്കക്രാന്തി, വി ഷിനിലാൽ. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി? ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 3 വൈശാഖ മഹോത്സവം കൊട്ടിയൂർ ക്ഷേത്രം, പുത്തിരി തിരുവപ്പന, ശ്രീ മുത്തപ്പൻ ക്ഷേത്രം പറശ്ശിനിക്കടവ്. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1, 2 ഭഗവത്ഗീത, നാട്യശാസ്ത്രം. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യയാണ്? ഓപ്ഷൻ സി ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. താഴെ പറയുന്നവയിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ലിബ്രെ ഓഫീസ് ഇംപ്രസ്. ഡാഷ് ഒരു സ്വതന്ത്ര വിവരവിനിമയ നവസാമൂഹിക മാധ്യമമാണ്. ഓപ്ഷൻ എ ഡയസ്പൊറ. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ഓപ്ഷൻ ബി ഡീപ് സീക്ക്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഓപ്ഷൻ സി അമരാവതി. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കാത്ത വിവരങ്ങൾ പ്രസ്താവിക്കുക. ഓപ്ഷൻ ബി 1 മാത്രം സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പിലാണ് ഉപഭോക്തൃ അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി 3 സെക്ഷൻ 8. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 4 338. ഗാർഹിക പീഡന നിയമത്തിലെ 12ാം വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നൽകാം? ഓപ്ഷൻ ബി 4 മാത്രം. എല്ലാം ശരിയാണ്. പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രം, ഏതൊരാൾക്കും, പീഡിപ്പിക്കപ്പെട്ട വ്യക്തിക്കും, പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വിഭാവനം ചെയ്യപ്പെട്ട പ്രായം? ഓപ്ഷൻ സി 2 മാത്രം, 18 വയസ്സിന് താഴെ. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട്? ഓപ്ഷൻ എ 2 മാത്രം, 283. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമത്തിൻ്റെ സെക്ഷൻ 2D രക്ഷിതാവ്?
ഓപ്ഷൻ സി 3 മാത്രം, 1, 2 മാത്രം. ജന്മം നൽകിയ രക്ഷിതാവും ദത്തെടുക്കുന്നവരും രണ്ടാനച്ഛനും രണ്ടാനമ്മയും. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 71. ഓപ്ഷൻ ബി 25 സെൻറ്റിമീറ്റർ ഇൻറ്റു 25 സെൻറ്റിമീറ്റർ. 72. ഓപ്ഷൻ സി 61.3 ഇൻറ്റു 10⁵. 73. ഓപ്ഷൻ എ 6 മണിക്കൂർ 40 മിനിറ്റ്. 74. ഓപ്ഷൻ സി XYZ⁻²12. 75. ഓപ്ഷൻ ഡി 5350. 76. ഓപ്ഷൻ സി 44. 77. ഓപ്ഷൻ എ NIK. 78. ഓപ്ഷൻ ബി 481. 79. ഓപ്ഷൻ ഡി NORGAE. 80. ഓപ്ഷൻ ഡി 21/2021. അടുത്തായി ഇംഗ്ലീഷ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ഡാഷ് അറ്റ് ദ ക്രിറ്റിസിസം. ഓപ്ഷൻ സി laughing. ഇഫ് ഐ ഹാവ് ദ മണി ഐ ഡാഷ് എ ന്യൂ ഡ്രസ് ഫോർ യു. ഓപ്ഷൻ എ വിൽ ബൈ. മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years. ഓപ്ഷൻ ബി ഹാഡ് ബീൻ ലിവിംഗ്. The poem tempts the readers to ponder dash the beauty of nature. Option D over. Give a one-word substitute for a person who loves books. Option A bibliophile. The correctly spelled word is vacuum. Option C VACUUM. What does the foreign phrase vis-a-vis mean? Option B in relation to. Sheep, flock, fish. Option D school. Change into reporter speech. His father asked, do you think you know the lesson better than your teacher? Option A. His father asked whether he thought he knew the lesson better than his teacher. Expand RDX. Option C. Royal Demolition Explosive. താഴെ പറയുന്നവയിൽ മകൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ സി സ്നുഷ. വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ ഒറ്റപ്പദമേത്? ഓപ്ഷൻ ബി വൈയാകരണൻ. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ജനകൻ ജാനകി. കൊന്നമരം എന്നർത്ഥം വരാത്ത പദമേത്? ഓപ്ഷൻ ഡി സൗപർണം. അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ ഭരതവാക്യം ചൊല്ലുക. പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ? ഓപ്ഷൻ ബി പര പ്ലസ് ഉപകാരം. അന്തർമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം? ഓപ്ഷൻ എ ബഹിർമുഖൻ. പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിൻ്റെ പൊരുൾ? ഓപ്ഷൻ ബി ആളറിഞ്ഞ് ദാനം നൽകണം. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ സി കപോലം തലയോട്ടി. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യമേത്? ഓപ്ഷൻ സി പരേതൻ 1 വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.